കടിക്കല്ലേ കടിക്കല്ലേ കടിക്കല്ലേ. ഓ എന്റെ വിരള്. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോടാ ഏട്ടാ. നിനക്ക് ഞാൻ തരാടി, നില്ലടി അവിടെ. ഓഹോ അത്രക്കെ എന്നാ പിടിച്ച്. കൃഷ്ണ നീ ഓടരുത്, നിന്നെ ഞാൻ ഓട്ടിച്ചിട്ട് പിടിക്കും നോക്കോ. അവസാനം പിന്നെ എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടത്തില്ല. നീ പോടാ ചേട്ടാ, പറ്റുമെങ്കിൽ എന്നെ പിടിക്ക്. ശിവ പതുക്കെ നോക്കി. എന്തോന്നത് കൃഷ്ണ? മിത്തെ നീ രണ്ടും കൂടി അവിടെ നിലത്ത് കിടന്ന് എന്തോ ചെയ്യുവാ? അതെന്തോന്ന് വെച്ചാ അത് വിച്ചുവേട്ടൻ കാരണം. വിച്ചുവേട്ടൻ എന്നെ ഓടിച്ചോണ്ടല്ല ഞാൻ ഓടി വന്നിട്ട് ഇയാളെ കൂട്ടിയിടിച്ചിട്ട് മറിഞ്ഞു വീണ്. ഇപ്പൊ എന്റെ തലയല്ലേ? നിന്റെ അടുത്ത് ഞാൻ നല്ല വാക്ക് അന്നേരെ പറഞ്ഞു, ഓടാൻ നിക്കരുതെന്ന്. ഇപ്പൊ ഓടി വന്ന് അവനെ കൂട്ടിയിടിച്ച് അവനെ മറിച്ച് വീഴ്ത്തിയിട്ട് ഇപ്പൊ എന്റെ പേര് പറയുന്നു. അതൊക്കെ പോട്ട്, രണ്ടുപേർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നും പറ്റിയില്ല. മിത്തെ എടാ നിന്റെ അടുത്താ ചോദിച്ചത്, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലയോ? ഡാ ഇവനിതെന്താ പറ്റി? ഇവൻ ഒന്നും മിണ്ടാതെ പോന്നെ. കേറണോ? കേറണ്ട, അല്ലേ കേറിയേക്കാം. ഇയാളിതെവിടെ പോയി? അയ്യോ, നിനക്കെന്താ എന്റെ റൂമിൽ കാര്യം? അത് പിന്നെ നേരത്തെ അവിടെ വെച്ച് നടന്നില്ലേ, അതിനൊരു സോറി പറയാൻ വന്നതാ ഞാൻ. ഓ, എൻ്റെ അടുത്തൊക്കെ വന്ന് സോറി പറയാനുള്ള സമയമൊക്കെ ഭവതിക്കുണ്ടോ? അല്ല, താൻ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ അത് അറിയാണ്ട് പറ്റിയതാണെന്ന്. അതിനല്ലേ ഞാൻ സോറി പറയാൻ വന്നേ. അപ്പം പിന്നെ താൻ എൻ്റെ തലയിൽ കയറുന്ന എന്തിനോ? ഞാൻ അതിനാ നിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ അതിനെനിക്ക് നിന്നോട് ദേഷ്യമാണെന്ന്? പിന്നെ തനിക്ക് എന്താ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം? താൻ എന്തിനാ എന്നെ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നേ? നിനക്ക് ശരിക്കും അറിയത്തില്ല എന്താന്ന്? ഓ, എനിക്കെങ്ങനെ അറിയാനാ? അതിന് താൻ എന്തിനാ എന്നെ ഇങ്ങനെ? താൻ വിട്ടേ, ഞാൻ പോട്ടെ. തൻ്റെ അടുത്ത് സോറി പറയാൻ വന്ന എന്നെ വേണം ആദ്യം പറയാൻ. നിക്കടി അവിടെ. നീ എങ്ങോട്ടായി പോന്നേ? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലേ? ഓ, ഇയാളെ കൊണ്ട് എന്തു വെച്ചാ പറ, എനിക്ക് പോണം. അല്ല, നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമല്ലല്ലോ ഇത്ര തിരക്ക്. നിനക്ക് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ സംസാരിക്കുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എന്തോ ഒരു ചിരിയും കളിയുവാ. അതിന് തനിക്കെന്തുവാടോ? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യും. താൻ ആരാ അത് ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? അറിയണോടി? ദാണ്ടെ എടിപ്പൊടി എന്നൊക്കെ വിളിച്ചാണ്ടല്ലോ. തനിക്ക് അത്രയ്ക്ക് മുട്ടിക്കാൻ പോയി തൻ്റെ മറ്റുള്ള പോയി വിളിയോടോ. അതുകൊണ്ടല്ലേ നിന്നെ വിളിച്ചേ. ഓ, താൻ മാറിക്കേ, ഞാൻ പോട്ടെ. എനിക്ക് തൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല. മാറി നിക്കവിടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ചോദിക്കട്ടെ? ഇനി എന്തോന്നാ ചോദിക്കാൻ? നീ ഇവിടെ വിച്ചുവിനെ നിർമ്മലിനെ എല്ലാം ഏട്ടാന്നാ വിളിക്കുന്നത്. എന്നിട്ട് നീ എന്താ എന്നെ മാത്രം താൻ, പോടോ, ഏടോ എന്നൊക്കെ വിളിക്കുന്നേ? അതിപ്പം പ്രത്യേകിച്ച് ചോദിക്കാൻ എന്തുവാ? അവരെന്നെക്കാളും മൂത്തതായോണ്ട്. അതുമല്ല, ഞാൻ അവരെ എൻ്റെ ഏട്ടന്മാരെ പോലെ കാണുന്നേ. ഓക്കെ ശരി. അപ്പം ഞാനാരാ നിന്റെ? ഞാനും നിന്നെക്കാളും മൂത്തല്ലേ. നീ എന്താ എന്നെ ഏട്ടാന്ന് വിളിക്കാത്തെ? ഓ, പിന്നെ ഏട്ടനാക്കാൻ പറ്റിയൊരു സാധനം. അല്ല, എനിക്കെന്താ ഒരു കുറവ്? അല്ലേലും ഏട്ടൻ പദവിയൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഇച്ചായാന്ന് വിളിയടി.
പറ്റത്തില്ല. പോയേ, ഞാൻ പോട്ട് മാറ്. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോത്തില്ല. എന്നെ ഇച്ചായാന്ന് വിളിക്കാണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണം. താൻ എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ ഇച്ച എന്ന് വിളിക്കത്തില്ല. നോക്കോ, താൻ പോയേ മാറങ്ങോട്ട്. ഞാൻ ബഹളം വെക്കും ഇവിടെ കിടന്ന്, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായാലും നീ ബഹളം വെക്കാൻ പോവില്ലേ, അപ്പം ഇതും കൂടി മേടിച്ചിട്ട് ഒരുമിച്ച് ബഹളം വെച്ചോ. ഡോ, താൻ എന്തോന്നാ ഇപ്പൊ ചെയ്തേ? താൻ നോക്കിക്കോ. എൻ്റെ കർത്താവേ, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഡോ ഡോ ശിവ, താൻ കരയല്ലേ? ഞാനത് പെട്ടെന്ന് താൻ ഇച്ചായാന്ന് വിളിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ പെട്ടെന്ന് താൻ കരയാതടോ. ഓ പ്ലീസ് പ്ലീസ് കരയാടോ ശിവ. ഈ ചായ എന്ന് വിളിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇങ്ങനെയാണോ ചെയ്യുന്നത്? താൻ എല്ലായിടത്തും അപ്പം ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഡോ ശിവ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ തൻ്റെ അടുത്ത് താ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനൊന്നും വിചാരിച്ചതേ ഇല്ല. പക്ഷെ താനും എൻ്റെ അടുത്ത്. ഞാനും നിൻ്റെ അടുത്ത് എന്താ എന്താ നിർത്തിക്കളഞ്ഞേ? ബാക്കിയും കൂടി പറ നീ. എടി പുല്ല്, എനിക്ക് നിന്നെ ഇഷ്ടമായോണ്ടാ. മനസ്സിൽ നീ എൻ്റെ തന്ന് കുറിച്ചിട്ടുണ്ടാ ഞാൻ. പക്ഷെ ചെയ്തത് തെറ്റാ, ശരിയാ എന്ന് പറഞ്ഞ് കണ്ടവന്മാരുമായിട്ട് നീ എന്നെ താരതമ്യം ചെയ്യാൻ നോക്കിയാലുണ്ടല്ലോ. ഇനി മേലെ എൻ്റെ കൺമുന്നിൽ വന്നു പോരുത്. ശിവ, ഞാൻ പറയുന്നൊന്ന്. ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുന്നത്? എത്ര നേരമായി ഫുഡ് എടുത്ത് വെച്ചിട്ട്. അവരെ വിളിക്കാൻ പോയ പൊന്നൂനെയും കാണുന്നില്ല. ഇനി അവളെ തിരക്കി ആര് പോണോ ആവോ. എന്നെ തിരക്കി ആരും വരണ്ട, ഞാൻ ദാ ഇങ്ങ് എത്തി. കൃഷ്ണയ്ക്ക് ഫുഡ് വേണ്ടെന്നമ്മ, എന്താണെന്ന് അറിയത്തില്ല. കുറേ നിർബന്ധിച്ചിട്ട് അവൾക്ക് വേണ്ട, വിശപ്പില്ലെന്നാ പറയുന്നത്. കൊച്ചിനിപ്പോൾ എന്താ പറ്റി? വിച്ചു നിന്റെ കൂടെ അല്ലായിരുന്നോ മോൾ ഇത്ര നേരം? അവക്ക് ഇനി വല്ല വയ്യായ്മ വല്ലതും ഉണ്ടോ? ഏയ്, അവക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത്രയും നേരം താണ്ട് പയർ പോലെ എൻ്റെ പുറകെ ഇവിടെ എല്ലാം ഓടി നടന്നോളല്ലേ. ചിലപ്പോൾ വിശപ്പില്ലായിരിക്കും അമ്മ, കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളും. പപ്പ നിങ്ങൾ കഴിക്കുക. അല്ല മിത്തെന്തേ, അവനും വേണ്ടേ ഫുഡ്? അവനെയും കണ്ടില്ലല്ലോ. അവനും എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നിനി റിഹേഴ്സലൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണമാണെന്ന് അറിയാൻ വയ്യ. അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. ആദ്യം ഫുഡ് വേണ്ടെന്നാ പറഞ്ഞത്, പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പം വരാമെന്ന് പറഞ്ഞു. അമ്മ, ശിവ വന്നില്ലേ ഫുഡ് കഴിക്കാൻ? ഇല്ലടാ, അവൾക്കിപ്പം വേണ്ട, വിശപ്പില്ലാന്ന്. അവളെ പിന്നെ കഴിച്ചോളും. ബാ, നീ വന്നിരിക്കേ, നീ ഫുഡ് കഴിക്കാൻ നോക്ക്. നിങ്ങൾ കഴിച്ചോ, ഞാനിപ്പോൾ വരാം. നീ എവിടെ പോവാ? ദാ വരുന്നു, നിങ്ങൾ കഴിച്ചോ ഫുഡ്? ശിവ, താനെന്താ ഫുഡ് കഴിക്കാൻ വരാത്തെ? ഞാൻ ചോദിച്ചു കേട്ടോ. ശിവ, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ നീ ഫുഡ് കഴിക്കാത്തെ? ഞാനതിന് സോറി പറഞ്ഞില്ലേ. ഇനി എന്താ ചെയ്യണ്ടേ നീ പറ. വെറുതെ ആഹാരത്തിനോട് ദേഷ്യം കാണിക്കാണ്ടിരിക്കുക. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എനിക്ക് വിശപ്പില്ല, അല്ലാണ്ട് എനിക്ക് ആരോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല ഞാൻ ആഹാരം കഴിക്കാത്ത. ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിശപ്പില്ലെങ്കിൽ നീ ഫുഡ് കഴിക്കണ്ട, ഒരു ഗ്ലാസ് ജ്യൂസ് എങ്കിലും കുടിക്കേ. വാ, എണ്ണീറ്റ് വാ. എനിക്കൊന്നും വേണ്ട, താനൊന്ന് ഇവിടുന്ന് പോയി തരാവോ? വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ മനുഷ്യൻ്റെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങുന്നു. മര്യാദക്കിണ്ണീറ്റ് എൻ്റെ കൂടെ വന്ന് ഫുഡ് കഴിച്ചോണം. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നീ, കേട്ടല്ലേ? ഇല്ലെങ്കിൽ നേരത്തെ കിട്ടിയതിൻ്റെ ബാക്കി ഞാൻ ഇപ്പം അങ്ങ് പൂർത്തിയാക്കും. വേണോ? എങ്ങോട്ടേക്കാ? എന്താ, ഫുഡ് കഴിക്കാൻ പോണ്ടേ?
അല്ലാണ്ട് ഫുഡ് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എന്താ സീതെ, കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാതെ നിൽക്കുന്നേ? ഏയ് അങ്ങനൊന്നും ഇല്ല. ചേച്ചി അകത്തോട്ട് വാ. ഇതെന്താ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ? അതെന്താ സീത നീ അങ്ങനെ ചോദിക്കുന്നേ? എൻ്റെ അനിയൻ്റെ വീട്ടിൽ വരണമെങ്കിൽ ഞാൻ മുന്നേ വിളിച്ച് ഇവിടെ എല്ലായിടത്തും പറയണോ? ഹായ് ആൻറ്റി, കൂടെ ഞാനും ഉണ്ട് കേട്ടോ. നമ്മളെ കൂടി ഒന്ന് പരിഗണിക്ക്. ഹാ, ഇതാരാ? നമ്മുടെ ജാൻവി മോളോ? കയറി വാ അകത്തോട്ട്. അല്ല, ജോണും പിള്ളേരും ഒക്കെ എന്തേ? രാവിലെ തന്നെ ആരുടെ അനക്കമായൊന്നും ഇല്ലല്ലോ ഇവിടെ. ആരാ സീത വന്ന? ആ അല്ല, ഇതാര്? ചേച്ചിയോ? ചേച്ചി വരുന്ന കാര്യം എന്താ മുന്നേ പറയാഞ്ഞേ? പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വന്നേനല്ലോ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ. അതെന്താടാ, എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നൂടെ? നിങ്ങളടുത്ത് വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ല, നീ എന്താ ഓഫീസിൽ പോയില്ലേ ഇന്ന്? പോവാൻ ടൈം ആവുന്നല്ലേ ഉള്ളൂ. പിന്നെ മോളെന്താ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നേ? ഇങ്ങ് വാ. അങ്കിളെ, ഞാൻ മാറി നിന്നതൊന്നുമല്ല. അങ്കിളും അമ്മയും സംസാരിച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ. പിന്നെ അവരൊക്കെ എന്തേ? ഇച്ചായമാരെയും ചേച്ചീനെയൊന്നും കാണുന്നില്ലല്ലോ, അവരൊക്കെ പോയോ? അല്ല, ഇതാര്? നമ്മുടെ ജാൻവി കൊച്ചോ? എപ്പം ലാൻഡ് ചെയ്ത്? ഹായ് ബ്രോ, ഇന്ന് റിഹേഴ്സലൊന്നും പോയില്ലേ? അവരൊക്കെ എന്തേ? സിത്താര എന്തേ? അവള് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി. പിന്നെ നീള ഹോസ്പിറ്റലിലും പോയി. പിന്നെ ഞങ്ങൾ 3 പേരും ഇന്ന് പോയില്ല. പിന്നെ ആൻറ്റി എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? ഓ, ഇപ്പോഴെങ്കിലും നീ എന്നെ കണ്ടല്ലേ, സന്തോഷം. എന്താടാ, നീ ഒന്നും കഴിക്കുന്നൊന്നുമില്ലേ? മൊത്തത്തിലൊരു ക്ഷീണവും വാട്ടവും. സീതയൊന്നും വെച്ചുണ്ടാക്കി തരുന്നില്ലേ? മനുഷ്യനല്ലേ ആൻറ്റി, എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റൂ? അതുമല്ല, ഇപ്പോൾ കുറേ നാളുകൊണ്ട് റെസ്റ്റ് ഇല്ലാതെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അത് കാരണം ഇത്തിരി ക്ഷീണം കൂടിയതാ. പിന്നെ എൻ്റെ അമ്മച്ചി എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നതിനേക്കാളും നല്ലപോലെ തന്നെയാണ് എൻ്റെ സീതമ്മ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് അതോർത്ത് ഈ ആൻറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓ, ഞാനൊന്നും ചോദിച്ചില്ലേ. നിന്റെ കോലം കണ്ടുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതിനുവേണ്ടി നീ ഇനിയിപ്പം സീതാപുരാണം ഒന്നും പറഞ്ഞു വെക്കണ്ട. അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനല്ലേ പറയൂ. ഓരോരുത്തർ നിന്നെയൊക്കെ മയക്കി വെച്ചേക്കുമല്ലേ. പിന്നെ സ്വന്തം അമ്മയുടെ ചേട്ടത്തിയായ എന്നോട് നിനക്ക് ഒരു ബഹുമാനവും ഇല്ല. വലിഞ്ഞേറി വന്നവരുടെ ആണല്ലോ എപ്പോഴും നിനക്കൊക്കെ കൂറ്. പിന്നെ നിങ്ങളോടാണോ ആൻറ്റി കൂറ് കാണിക്കേണ്ടത്? ഒന്നുമില്ലാതിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഈ നിൽക്കുന്ന നിങ്ങളുടെ സഹോദരൻ ജോണിന്. അന്ന് സഹായം ചോദിച്ചു വന്ന അയാൾക്ക് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ച നിങ്ങളോടാണോ ഞങ്ങൾ കൂറ് കാണിക്കേണ്ടത്? അത് പിന്നെ അന്നിവൻ ആരുടെയും വാക്ക് കേൾക്കാതെ പോയി ഒരു അന്യമതത്തിൽപ്പെട്ട പെങ്കൊച്ചിനെ കെട്ടിയുണ്ടല്ലേ അങ്ങനൊക്കെ സംഭവിച്ച. അപ്പൊ ഇപ്പോഴും ആൻറ്റി നിങ്ങളുടെ സഹോദരന്റെ ഭാര്യ ഇപ്പോഴും ആ അന്യമതക്കാരി തന്നെയാ ഈ നിൽക്കുന്ന സീത. ജോണെ, നിന്റെ മോൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നീ? ഇത് അവൻ പറഞ്ഞതെല്ലാം കാര്യമില്ലേ? ഇച്ചായ മതിയാക്ക്, പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ. ചേച്ചി പോയൊന്ന് റെസ്റ്റ് എടുക്ക്. യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ നീയും ചെല്ല്. മിത്തേ, നീ എന്നെ കണ്ടില്ലേ? നിനക്ക് എൻ്റെ അടുത്തൊന്നും ചോദിക്കാനും പറയാനും ഇല്ല. ഇതിപ്പോ എവിടുന്ന് വന്ന്? നീ ഉണ്ടായിരുന്ന ഇവിടെ? ഞാൻ കണ്ടില്ലല്ലേ. പോടാ അവിടുന്ന്. കൃഷ്ണ, ഇറങ്ങാം. ആ ചേച്ചി ഇറങ്ങാം. ഇന്ന് വീട്ടിൽ ഒരു ഗസ്റ്റ് ഉണ്ടടാ. ആരാ ചേച്ചി? പപ്പയുടെ മൂത്ത സഹോദരി ജെനി ആൻറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേച്ചിയുടെ? ആടാ, എൻ്റെ അമ്മയുടെ ചേച്ചി. അവർ 3 പേരാണല്ലേ ചേച്ചി? ആടാ, അവർ 3 പേരാ. ഏറ്റവും മൂത്തതായി ഈ പറഞ്ഞ ജെനി ആൻറ്റി, രണ്ടാമത്തത് ജോൺ പപ്പ, ഏറ്റവും ഇളയാളാ എൻ്റെ അമ്മച്ചി. ജെനി ആൻറ്റി ആണെങ്കിൽ ഇവരെ പോലെ ഒന്നും അല്ല കേട്ടോ. ഭയങ്കര സാധനമാണേ, ഒരു ഒന്നൊന്നര സാധനം. അവർക്കാണെങ്കിൽ സീതമ്മയെ കണ്ണെടുത്താൽ കണ്ടൂടാ. അതെന്താ ചേച്ചി? സീതമ്മ പണ്ട് മുമ്പേ നഴ്സിംഗ് പഠിക്കാൻ വന്നപ്പോഴാട്ടോ നമ്മുടെ ജോൺ പപ്പയുടെ ഇഷ്ടത്തിലാവുന്നത്. സീതമ്മയാണെങ്കിൽ ഹിന്ദു ആണെന്ന് നിനക്കറിയാലോ, നമ്മുടെ പപ്പയോ ക്രിസ്ത്യൻ. അവസാനം അത് വീട്ടിലായി അറിഞ്ഞ് ഭയങ്കര പ്രശ്നമായെന്നേ. ഈ ജെനി ആൻറ്റി ഇടയ്ക്ക് ഇന്ന് കലക്കിയത് അപ്പച്ചനോടൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് എന്താവാനാ, പപ്പ സീതമ്മ അങ്ങ് കെട്ടി, അത്ര തന്നെ.
അതോടുകൂടി പപ്പ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഒരു കാര്യം നിനക്കറിയാവോ, ഇതിനെല്ലാം പപ്പയ്ക്കും സീതമ്മയ്ക്കും കൂട്ടി നിന്ന് ആരാന്ന്? എൻ്റെ മമ്മിയാ. അതെന്തായാലും കൊള്ളാം. ഒരു പെങ്ങൾ പാര വെച്ചപ്പം ഒരാൾ കൂട്ടി നിന്നല്ലേ. മമ്മി എപ്പോഴും പറയായിരുന്നു അന്ന് അവർക്ക് കൂട്ടി നിന്നതിന് അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ സീതമ്മയുടെ ഫാമിലിയിൽ നിന്ന് ആരും പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നില്ലേ? അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ മമ്മി പറഞ്ഞൊരു അറിവ് വെച്ചാണെങ്കിൽ സീതമ്മയെ വളർത്തിയത് മൊത്തം സീതമ്മയുടെ ചേട്ടനായിരുന്നു. സീതമ്മയുടെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛനും അമ്മയെല്ലാം മരിച്ചതാണ്. ആ ചേട്ടൻ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. പക്ഷെ ചേട്ടൻ്റെ വാക്ക് കേൾക്കാണ്ട് പപ്പയെ കിട്ടിയ കാരണം അവരും രണ്ടു വഴിക്കായി. അപ്പോൾ അവർ തമ്മിൽ ഇപ്പം സംസാരിക്കാറും മിണ്ടാറൊന്നും ഇല്ലേ? എങ്ങനെ സംസാരിക്കാനാ? അവരുടെ കെട്ട് കഴിഞ്ഞ് അവർ ആദ്യം ചെന്നത് ആ അങ്കിളിനെ കാണാനാ. പക്ഷെ അവിടെ ചെന്നപ്പം അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്നാ ഇവരൊക്കെ പറയുന്നത്. പിന്നെ അതിന് ശേഷം അവർ തമ്മിൽ കണ്ടിട്ട് കൂടിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ ആവോ, എവിടെയെങ്കിലും കാണുമായിരിക്കും, കുടുംബമൊക്കെ ആയിട്ട്. ശരിയാ, എവിടെയെങ്കിലും കാണുമായിരിക്കും. അല്ല, ഇതുവരെ ഞാൻ നിള ചേച്ചിയുടെ പപ്പേനെയും മമ്മീനെയും കണ്ടിട്ടില്ലല്ലോ. അവരെന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? വരാനവരിപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, അങ്ങ് സ്വർഗത്തിലാണ്. ഞാനും ഉച്ചായും +2 പഠിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റിൽ ഞങ്ങളുടെ പപ്പ മരിക്കുന്നത്. അതിനുശേഷം മമ്മയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞ കാരണം പപ്പ പിന്നെ ഞങ്ങളെ ഇങ്ങ് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം പപ്പയെ സീതമ്മയാണ്. ഇടയ്ക്ക് വെച്ച് മമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. താമസിയാതെ മമ്മയും ഞങ്ങളെ വീട്ടിൽ പോയി. അപ്പോൾ നിർമ്മലയായിട്ട് ഇടയ്ക്ക് വെച്ച് പറയുന്ന കേൾക്കാലോ, അമ്മച്ചിയെ കാണാൻ പോകണം, അമ്മച്ചിയെ കാണാൻ പോയതാന്നൊക്കെ. മമ്മയെ ഇവിടുത്തെ പള്ളിയിലാണ് അടക്കിയിരിക്കുന്നത്. ഇച്ചായൻ ഓരോ ഷോ കഴിഞ്ഞ് വരുമ്പോഴും അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴായിരിക്കും നീ അങ്ങനെ കേട്ടത്. ഞാൻ ഇതൊന്നും അല്ല ഇപ്പം നിൻ്റെ അടുത്ത് പറയാൻ വന്നത്. പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ഇത്തിരി വിയേർഡാണ്, അൺസൈക്കബിളിൻ്റെ അങ്ങേയറ്റമാണ്. അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ രീതിയിൽ എടുക്കാവുമില്ല. വെറുതെ അതും കേട്ടിട്ട് വിഷമിക്കാനൊന്നും ഇരിക്കരുത്, ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മിത്തിൻ്റെ മുമ്പിലേ ഉള്ളൂ അധികം സംസാരിക്കാത്തത്. അവൻ്റെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല രീതിയിൽ അവരുടെ വാ അടയ്ക്കും.